എല്ലാവർക്കും ഹായ്. അപ്പം ഞാൻ സൈലം IAS CSAT ഫാക്കൽറ്റിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം, ഇനി പ്രിലിംസിലേക്ക് എന്ന് പറയുമ്പം ഇനി ഏകദേശം ഒരു 70 ദിവസം കൂടിയേ നമ്മുടെ UPSCയുടെ 2025 പ്രിലിംസിലേക്കുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് പറയുന്ന മെയിൻ ഇഷ്യൂ, ഇപ്പം എസ്പെഷ്യലി CSAT കുറിച്ച് പറയുമ്പോഴുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ പറയാറുണ്ട്, ഞങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിച്ചു, ഞങ്ങൾക്ക് കോംപ്രിഹെൻഷൻ അത്യാവശ്യം നന്നായിട്ട് അറിയാം, ഞങ്ങൾ CSAT ബാക്കി ടോപ്പിക്സ് റീസണിങ് ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ എക്സാം ഹാളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വിവിധ ടെസ്റ്റ് സീരീസുകൾ എടുക്കുമ്പം അവർക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യമാണ് ജനറലി എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CSAT കുറിച്ച് പറയുകയാണെങ്കിൽ CSAT നിങ്ങളിങ്ങനെ പല ടോപ്പിക്സ് പഠിച്ച് നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്ന് മാത്രമല്ല CSAT എന്ന് പറഞ്ഞ എക്സാം നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, CSAT വരുമ്പം നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് CSAT ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഓഫ് കോഴ്സ് നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ ആയാലും ക്വാണ്ടിറ്റേറ്റീവ് പാർട്ടായാലും റീസണിങ് പാർട്ടായാലും അതിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ടോപ്പിക്സിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മെയിൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ എക്സാം ഹാളിലുള്ള അപ്രോച്ച് എന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പേപ്പർ ഞാനിപ്പോൾ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം ഹാളിൽ പോയിട്ട് 2 മണിക്കൂർ നേരം ആ ഒരു എക്സാം എഴുതുമ്പം ആ ഒരു മൊമെൻ്റ് ഓഫ് ടൈമിൽ നിങ്ങൾ എടുക്കുന്ന അപ്രോച്ച്, നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു. ഇപ്പം പലരും പറയാറുണ്ട്, ചിലർ എന്താ ചെയ്യുക, കോംപ്രിഹെൻഷൻ ആദ്യം ചെയ്യും, ചിലരാണെങ്കിൽ റീസണിങ് ആദ്യം ചെയ്യും, ചിലർ ക്വാണ്ടിറ്റേറ്റീവ് ആദ്യം ചെയ്യും, ചിലർ മിക്സ് ചെയ്ത് ചെയ്യും. അങ്ങനെ പല അപ്രോച്ച് എടുക്കാറുണ്ട് പലരും. അപ്പോൾ ഈ അപ്രോച്ചിലൊക്കെ നിങ്ങൾ ഏത് അപ്രോച്ച് എടുക്കുകയാണെങ്കിലും ഇതിലൊക്കെ ഒരു കോമൺ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. UPSCയുടെ CSAT നിങ്ങൾക്ക് ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു 66 മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിങ്ങൾ എടുക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇനി ഒരു 70 ദിവസം മാത്രമേ നമുക്ക് ഏകദേശം 70 ദിവസം മാത്രമേ UPSC പ്രിലിംസിലേക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രിലിംസ് എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിലിംസ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 5 ദിവസം ഒരു മണിക്കൂർ വീതമുള്ള ഒരു CSAT വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിലത്തെ ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളുടെ ഒറിജിനൽ UPSCയുടെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ ഡയറക്റ്റ് അത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിലിംസിൻ്റെ ഈ ഒരു പ്രിലിംസ് എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് CSAT വർക്ക്ഷോപ്പും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു എക്സാം ഹാളിലുള്ള അപ്രോച്ച് ഡീപ്പറായിട്ട് നമ്മൾ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇതൊരു ഫ്രീ സെഷനാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു സെഷനാണ്. അപ്പോൾ നിങ്ങൾ ഒരു പേയ്മെൻറ്റും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് PYQs. എന്തുകൊണ്ട് PYQs ഇമ്പോർട്ടൻ്റ് ആവുന്നു? PYQs നിങ്ങൾ UPSCയുടെ CSAT മാത്രമല്ല GSനും പേപ്പർ 1നും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് PYQs. അപ്പോൾ CSAT വരുമ്പോൾ PYQs എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് PYQs നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ PYQs കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ UPSCയുടെ ലാംഗ്വേജ് 2 കാര്യങ്ങളാണ് PYQs നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, UPSCയുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് UPSC ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ UPSC CSAT ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള എക്സാംസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിൽ ചില ലാംഗ്വേജ് ഒക്കെ UPSC യൂസ് ചെയ്യും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് UPSCയുടെ പല ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് X and Y are നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ X and Y are ഹോൾ നമ്പേഴ്സ്, അല്ലെങ്കിൽ X and Y are ഇൻഡിജേഴ്സ്, അല്ലെങ്കിൽ X and Y എന്താണെന്ന് പോലും പറയില്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനത്തെ ഡിഫറൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലത്തെ UPSC ലാംഗ്വേജ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് PYQs അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UPSC വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ഒരേ കോൺസെപ്റ്റ്സ് റിപ്പീറ്റ് ചെയ്യുക. ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാന്നല്ല, ഒരേ കോൺസെപ്റ്റ്സും ഒരേ മോഡൽ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാറുണ്ട്. UPSCക്ക് വളരെ ഇഷ്ടമുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഈവൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റും. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആയിരിക്കും നമ്മുടെ CSAT വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അഗെയിൻ ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്
ഇതിന് ശേഷം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈലത്തിൻ്റെ ടെലിഗ്രാം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാം, ഈ എന്തിന് CSAT വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ CSAT ക്ലാസ്സസ് ഒക്കെ ഇരുന്നിട്ടുണ്ടാവും, നിങ്ങൾ കുറേ ക്ലാസ്സസ് ഇരുന്ന് പല ടോപ്പിക്സും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ടോപ്പിക്സ് പഠിക്കൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പലരും എന്ത് പറ്റുന്നത്, ഈവൻ ദോ അവർക്ക് അത്യാവശ്യം നന്നായിട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് CSAT ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ CSAT ഡിമാൻഡ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളിൽ അധികം ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ, നിങ്ങൾക്ക് ഒരു 20 to 30 മാർക്ക് എക്സ്ട്രാ CSATൽ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് സക്സസ്ഫുൾ ആയിട്ട് പലരും ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പലർക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ PYQസിനെ കുറിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് PYQs അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് കാണിച്ചു തരാൻ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വെൻ ഡയഗ്രത്തിൽ നിന്ന്. നമുക്കൊക്കെ അറിയാം, വെൻ ഡയഗ്രാം ജനറലി എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ UPSC യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കുറച്ച് നിങ്ങൾ നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യനിൽ അനലൈസ് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് 2019 UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. All members of a club went to Mumbai and stayed in a hotel. On the first day, 80% went to shopping, 50% went for sightseeing, whereas 10% took rest in the hotel. Which of the following conclusion can be drawn? എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലിപ്പോൾ നിങ്ങൾ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഷോപ്പിങ്ങിന് പോയ ആൾക്കാരെക്കുറിച്ചും, അപ്പോൾ ഷോപ്പിങ്ങിന് ഒരു സർക്കിൾ നിങ്ങൾ വരച്ചു. പിന്നെ സൈറ്റ് സീയിങ്ങിന് പോയ ആൾക്കാരെക്കുറിച്ച്, അപ്പോൾ സൈറ്റ് സീയിങ്ങിന് നിങ്ങളൊരു സർക്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സർക്കിൾ ഷോപ്പിങ്ങിന് പോയ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഒരു സർക്കിൾ സൈറ്റ് സീയിങ്ങിന് പോയ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, UPSC ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ, 10% ആൾക്കാർ റെസ്റ്റ് എടുത്തു ഹോട്ടലിൽ. അപ്പോൾ ഇതൊരു പെർസെൻറ്റേജ് വെച്ച് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൊത്തം ഒരു 100 പേരാണ് ആ ഒരു ടൂറിന്, അല്ലെങ്കിൽ ആ ഒരു മുംബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു 100 പേരാണ് മൊത്തം ആ ക്ലബ്ബിൽ നിന്ന് പോയത് എന്ന് നമുക്ക് വിചാരിക്കാം. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 100 ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ 100 പേരാ പോയെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ UPSC പറഞ്ഞിട്ടുണ്ട് അതിൽ 10% അല്ലെങ്കിൽ 10 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഹോട്ടലിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അല്ലേ, നിങ്ങൾക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, ടൂറിന് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ 100 പേരിൽ എന്താ സംഭവിച്ചത്, 10 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഹോട്ടലിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് UPSC ഉദ്ദേശിക്കുന്നത് എന്താ, ഈ 100 പേരിൽ 10 പേരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. അതായത് ബാക്കിയുള്ള 90 പേരെ മാത്രമേ ഈ വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു വേർഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ലൈനാണ് ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലരും കെയർലെസ് ആക്കി ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. പലരും അത് അധികം ഫോക്കസ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ UPSC വെൻ ഡയഗ്രത്തിൽ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം UPSC ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും. അതായത് എത്ര പേരെ നിങ്ങൾ വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നൊരു കാര്യം ജനറലി അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് വെൻ ഡയഗ്രാം വളരെ ഈസി ആണെങ്കിലും പലരും എന്താ ചെയ്യുക, ഇത് തെറ്റിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 90 പേര് മൊത്തം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഷോപ്പിങ്ങിന് 50 പേര് പോയിട്ടുണ്ട്, ഷോപ്പിങ്ങിന് 80 പേര് പോയിട്ടുണ്ട്, സൈറ്റ് സീയിങ്ങിന് 50 പേരും പോയിട്ടുണ്ട്. അപ്പോൾ 80ഉം 50ഉം കൂട്ടുമ്പോൾ 130 ആണ്. പക്ഷേ 90 ആണ് ഇതിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ 130 നിന്ന് 90 കുറച്ചാൽ നിങ്ങൾക്ക് 40 കിട്ടും. ആ 40 ആയിരിക്കും നിങ്ങൾ ഷോപ്പിങ്ങിൻ്റെ സൈറ്റ് സീയിങ്ങിൻ്റെ ഇൻ്റർസെക്ഷനിൽ എഴുതേണ്ടി വരിക. അപ്പം ഇവിടെ 40 എഴുതിയാൽ ഷോപ്പിങ്ങിൻ്റെ സർക്കിളിൽ മൊത്തം 80 വേണം. അപ്പോൾ ഒരു ബാക്കി 40 നമ്മൾ ഇവിടെ എഴുതണം. ഇനി ഇതിവിടെ 40 ഉണ്ട്, സൈറ്റ് സീയിങ്ങിൻ്റെ സർക്കിളിൽ 50 ആണ് വേണ്ടത്, ഇവിടെ 40 എഴുതി, അപ്പോൾ 10 ഇവിടെ എഴുതണം. അപ്പോൾ മൊത്തം നിങ്ങളിത് കൂട്ടിയാൽ 40 80 പ്ലസ് 10 90. അപ്പോൾ 90 പേരെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? 10 പേര് ഇതിനില്ല, അവർ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 40% വെൻ ഫോർ ഷോപ്പിംഗ് ആസ് വെൽ ആസ് സൈറ്റ് സീയിങ്. ശരിയാണ്, രണ്ടിനും പോയ 40 പേരുണ്ട്. 20% മെമ്പേഴ്സ് വെൻ ഫോർ ഓൺലി ഷോപ്പിംഗ്. ഓൺലി ഷോപ്പിങ്ങിന് പോയ 40 പേരുള്ള 20% അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ 1 ഓൺലി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു വെൻ ഡയഗ്രത്തിലത്തെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നോക്കിയേ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 15 പീപ്പിൾ 7 പേർക്ക് ഫ്രഞ്ച് വായിക്കാൻ അറിയാം, 8 പേർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. പക്ഷേ 3 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 2 ലാംഗ്വേജും വായിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളിവിടെ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെയും ഫ്രഞ്ചിൻ്റെയും ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് മൊത്തം 15 പേരുണ്ട്. 3 പേര് എന്ത് ചെയ്യുന്നുണ്ട്, 3 പേർക്ക് 2ഉം വായിക്കാൻ പറ്റില്ല. അപ്പം 3 പേരെ നിങ്ങൾ ഈ വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 15 പേരിൽ ബാക്കിയുള്ള 12 പേരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വാക്കാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം.
മനസ്സിലായോ? ഇനി അതേപോലെ ഈവൻ 2024 UPSC വെൻ ഡയഗ്രത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതേ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 80% സ്റ്റുഡൻസ് ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ട്, 70% സ്റ്റുഡൻസ് ഹിന്ദിയിൽ പാസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്സായ സ്റ്റുഡൻസിൻ്റെ ഒരു വെൻ ഡയഗ്രാം, ഇംഗ്ലീഷിൽ പാസ്സായ സ്റ്റുഡൻസ്, ഹിന്ദിയിൽ പാസ്സായ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വെൻ ഡയഗ്രാം വരയ്ക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് 15% ആൾക്കാർ 2 സബ്ജക്റ്റിലും ഫെയിലായിട്ടുണ്ട്. അവരപ്പോൾ ഒരു സബ്ജക്റ്റിലും ജയിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ആ 15% ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. നിങ്ങൾ പാസ്സായ ആൾക്കാരുടെ വെൻ ഡയഗ്രാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 15 ആൾക്കാർ എന്ത് ചെയ്യരുത്, അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്, അല്ലെങ്കിൽ 15% ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഇവിടെ ഏതാണ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. അപ്പോൾ നിങ്ങൾ വെൻ ഡയഗ്രത്തിൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ എടുത്തു എന്നേ ഉള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് വെൻ ഡയഗ്രത്തിൽ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് എപ്പോഴും കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ്, അതായത് എത്ര പേരെ നിങ്ങൾ വെൻ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് UPSC എല്ലാ ക്വസ്റ്റ്യനിലും തരും. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇത് കെയർലെസ് ആയിട്ട് തെറ്റിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഗ്ലിംസ് തരികയാണ്. നമ്മുടെ CSAT വർക്ക്ഷോപ്പിൽ ഇത് ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ്സും ക്ലാസ്സിൽ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് PYQ അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കാണിച്ചിരുന്നത്. ആ ഒരു ഈ PYQ അനാലിസിസ് നമ്മൾ നടത്തും. അതിൻ്റെ കൂടെ UPSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് നമ്മൾ ക്ലാസ് പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഒരു പേപ്പർ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പേപ്പർ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള കാര്യവും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളിലും ഇത് സെയിം സാധനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞത് അവർക്കൊരു 20 to 30 മാർക്സ്, അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 20 to 30 മാർക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 66 താഴെ നിന്ന ഒരുപാട് പേർക്ക് 66 മേലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മാക്സിമം പറ്റുന്ന അറ്റൻഡ് ചെയ്യുക. എനിവേയ്സ് ഇത് ഫ്രീയും കൂടിയാണ്. ഓക്കെ, ഇനി നമുക്കൊരു റിമൈൻഡർ തിയറത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റിമൈൻഡർ തിയറത്തിൽ UPSC വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെ തരും, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 51 × 27 കുറേ നമ്പേഴ്സ് തന്നു, ഈസ് ഡിവൈഡഡ് ബൈ 100. ഇത് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പം എന്താണ് റിമൈൻഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറലി ഈ മോഡൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ റിമൈൻഡർ തിയറത്തിലെ ക്യാൻസലേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളപ്പം കൂടുതലായിട്ട് എന്താണ് ഈ റിമൈൻഡർ തിയറത്തിന് കുറേ റൂളുണ്ട്, റൂൾ ഓഫ് ക്യാൻസലേഷൻ, റൂൾ ഓഫ് എഡിഷൻ, റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ റൂൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട റിമൈൻഡർ തിയറത്തിലും ഡിവിസിബിലിറ്റിയിലും വേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം ഡിവിസിബിലിറ്റി റിമൈൻഡർ തിയറും UPSCക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ഏരിയാസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യാൻസലേഷന് സ്കോപ്പ് ഉണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 100 ഉണ്ട്, ന്യൂമറേറ്ററിൽ 75 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 5 വെച്ച് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അല്ലേ? പോട്ടെ, 25 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും, കാരണം 100-ൽ 25 ഉണ്ട്, 75-ൽ 25 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു 25 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായി മാറി? ഇവിടെ 4 മാറി, ഇവിടെ 3 മാറി. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ എന്ത് ചെയ്യാം? ഒരു 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 31 ഇവിടെ 2 അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ ആദ്യം 25 വെച്ച് ക്യാൻസൽ ചെയ്തു, പിന്നെ ഒരു 2 വെച്ചും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്തോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ എങ്ങനെയായി? 51 × 27 × 35 × 31 × 3 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം എന്താ റിമൈൻഡർ എന്നാണ് ഈ ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 51/2 ചെയ്ത 1 ആണ് റിമൈൻഡർ, 27/2 ചെയ്ത 1 ആണ്, കാരണം എല്ലാം ഓഡ് നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും റിമൈൻഡർ. അപ്പം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ അനുസരിച്ച് റിമൈൻഡർ കണ്ടുപിടിക്കുക, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 1 ആൻസർ കിട്ടും. പക്ഷേ 1 എന്താണ്? നിങ്ങൾ ക്യാൻസലേഷൻ എല്ലാം ചെയ്ത് കിട്ടിയ റിമൈൻഡറാണ് 1. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ ഒരു 25ഉം ഒരു 2ഉം, അതായത് മൊത്തം ഒരു 50 ആദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അവസാനം മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 1 × 50 ചെയ്യുമ്പം 50 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 50 ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആണല്ലോ? പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യേണ്ട. ഇത് ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇങ്ങനെയാണ് ഒരു ക്യാൻസലേഷൻ വഴി നിങ്ങൾ ചെയ്യുക. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യേണ്ട. ഇത് UPSC വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഒരു സിമ്പിൾ വഴിയുണ്ട് ചെയ്യാൻ ആക്ച്വലി. അതായത് ഇവിടെ ചോദ്യം ഇത് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പം എന്താ റിമൈൻഡർ എന്നാണല്ലോ.
ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡറിൻ്റെ കൂടെ അവസാനം എന്ത് ചെയ്യണം, അത് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 2 ക്യാൻസൽ ചെയ്യാൻ ഇവിടെ സ്കോപ്പ് ഇല്ലേ. കാരണം 62-ൽ 2 ഉണ്ട്, 100-ലും 2 ഉണ്ട്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാനൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവസാനം കിട്ടുന്ന റിമൈൻഡറിൻ്റെ കൂടെ നമ്മളൊരു 2 മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കില്ലേ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇത് 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇതും 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 50 മാത്രമേ 2ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഒറ്റയടിക്ക് 50 ആണ് ആൻസർ എന്ന് കിട്ടില്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മോഡൽ ക്വസ്റ്റ്യൻ UPSC റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് 2023 UPSCൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫസ്റ്റ് CSAT പേപ്പറിൽ ചോദിച്ച ചോദ്യമാണിത്. ഇത് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ 5 ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. 100-ൽ 5 ഉണ്ട്, 95-ൽ 5 ഉണ്ട്. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ആൻസർ. അപ്പോൾ 2 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 4 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 1 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പം പിന്നെ 0 ആയിരിക്കും ആൻസർ എന്തായാലും. കണ്ടോ, ഒറ്റയടിക്ക് ആൻസർ കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായിട്ട് ഇത് മര്യാദയ്ക്ക് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ 2023 ഏറ്റവും ടഫസ്റ്റ് CSAT പേപ്പറിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, വളരെ സിമ്പിളായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. മനസ്സിലായോ? ഇതാണ് UPSCയുടെ ലാംഗ്വേജ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ അല്ലാണ്ടും ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, വേറെ 2022 ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, UPSCയുടെ പ്രിലിംസിൽ നിങ്ങൾക്ക് വാച്ച് കെട്ടിയിട്ടാണ് പോകുന്നത് നിങ്ങൾ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്ലോക്കിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാച്ചിലേക്ക് നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ UPSCയുടെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ്, CSATലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും, കൂടുതലായിട്ടും UPSC ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എഴുതുന്ന ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങൾ 2:30 മുതൽ 4:30 വരെയാണല്ലോ CSAT എക്സാം എഴുതുന്നത്. 2:30 to 4:30 CSATൻ്റെ എക്സാം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം. ആ ഒരു ടൈമിനിടയിലുള്ള ടൈം കൂടുതലായിട്ട് UPSC ചോദിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു പക്ഷേ UPSCയും വിചാരിക്കുന്നത് വേണമെങ്കിൽ ഇത് മനസ്സിലാക്കി ക്ലോക്കിലേക്ക് വാച്ചിലേക്ക് നോക്കി ആൻസർ ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ആ ഒരു സാധനം ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ അതിലുള്ള ടൈം അല്ല ചോദിച്ചെങ്കിലും വാച്ച് ഒന്ന് തിരിച്ചു നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പം ചിലർ പറയും വാച്ച് തിരിച്ച് നോക്കുമ്പോൾ അപ്പോൾ എൻ്റെ ടൈം ഫുള്ള് തെറ്റില്ലേന്ന്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലോക്ക് ഉണ്ടെങ്കിൽ, ക്ലാസ്സിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വെറുതെ വാച്ച് തിരിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇനിയിപ്പോൾ വാച്ച് തിരിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ 2.5 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യനിൽ 3:16 ഇത് നമുക്ക് ചെയ്യാൻ വേറെ ഐഡിയ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് അത് അറിയാത്ത ആൾക്കാരെ കുറിച്ചാണ്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് 3:16 3:17 ബോത്ത് ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. 16-ൻ്റെയും 17-ൻ്റെയും ഇടയിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ 2/11 ഇൻറ്റു A1 ± A2 എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. അതിലിട്ടാൽ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇത് UPSC കോയിൻസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആയിട്ട് UPSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ ഈ ഒരു ഏരിയ, അതായത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ്സും നമ്മൾ CSAT വർക്ക്ഷോപ്പിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായിട്ടും UPSCയുടെ ലാംഗ്വേജ് അനുസരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ പറയുക. അത് ഞാൻ അവിടെ പറയും. പക്ഷേ ഇത് ജസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ വാച്ച് തിരിച്ച് നോക്കിയിട്ട് 3:16-ൻ്റെയും 3:17-ൻ്റെയും ഇടയിൽ കോയിൻസൈഡ് നടക്കുന്നുണ്ടോ നോക്കിയാൽ പോരെ. അത്രയല്ലേ ഉള്ളൂ. ഇനി 4:58-ൻ്റെയും 4:59 ഇത് ആക്ച്വലി ശരിയാണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇക്വേഷൻ ഇട്ട് ചെയ്താലും നിങ്ങൾക്ക് ശരിയാണെന്ന് കിട്ടും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യും. ഇനി 4:58-നും 4:59-നും ഇടയ്ക്ക് മിനിറ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് കോയിൻസൈഡ് ചെയ്യും. നിങ്ങൾക്കറിയാം സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ മിനിറ്റിലും ഇങ്ങനെ കറങ്ങും, വളരെ പെട്ടെന്ന് കറങ്ങും. ഓരോ മിനിറ്റിലും കറക്കം സംഭവിക്കുന്നതാണ് ആർക്ക്, സെക്കൻഡ് ഹാൻഡിന്. അപ്പോൾ എല്ലാ മിനിറ്റിലും സെക്കൻഡ് ഹാൻഡ് മിനിറ്റ് ഹാൻഡിനെയും ഹവർ ഹാൻഡിനെയും ക്രോസ് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ എല്ലാ മിനിറ്റിലും കോയിൻസൈഡ് നടക്കുന്നുണ്ടാവില്ലേ സെക്കൻഡ് ഹാൻഡ് വെച്ച് പറയുകയാണെങ്കിൽ. കാരണം സെക്കൻഡ് ഹാൻഡ് വളരെ സ്പീഡിൽ ഓരോ മിനിറ്റിലും ഫുള്ള് റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്ന ആളല്ലേ, അല്ലേ? അപ്പം പിന്നെ ഇതും ശരിയായിരിക്കും, കാരണം എന്തായാലും കോയിൻസൈഡ് നടക്കും. ഏത് മിനിറ്റ് ചോദിച്ചാലും സെക്കൻഡ് ഹാൻഡ് അവർ ഹാൻഡിനെയും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും, മിനിറ്റ് ഹാൻഡിനെയും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ രണ്ടും ഇത് ശരിയായിരുന്നു. എനിവേ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യും. പക്ഷേ ഞാനിതിവിടെ ജസ്റ്റ് ചോദിക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാച്ചിലേക്ക് നോക്കണം എന്നുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ 2024 UPSC ചോദിച്ച ക്വസ്റ്റ്യനാണ്, എത്ര ടൈംസ് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും 10 AM-നും 2 മണിയുടെ ഇടയിലും കോയിൻസൈഡ് നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയാത്ത കുട്ടിക്ക് എന്ത് ചെയ്യാം, 10 മണി തൊട്ട് 2 മണി വരെ ഇങ്ങനെ വാച്ച് തിരിച്ച് നോക്കിയിട്ട് എത്ര തവണ കോയിൻസൈഡ് നടന്നു എന്ന് നോക്കിയാൽ പോരെ, അല്ലേ? അല്ലെങ്കിൽ ഇതിൽ നമുക്കറിയാം ഓരോ മണിക്കൂറിൻ്റെ ഇടയിലും ഇപ്പോൾ 10 മുതൽ 11 വരെ ഒരു തവണ കോയിൻസൈഡ് നടക്കുന്നുണ്ട്.
11 തൊട്ട് 12 വരെ ഒരു തവണ കോയിൻസൈഡ് നടക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 11 മുതൽ 12 വരെ കോയിൻസൈഡ് എപ്പോഴാണ് നടക്കുന്നത്, എപ്പോഴാണ് ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും മീറ്റ് ചെയ്യുന്നത്, 12 മണിക്കാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി 12 മുതൽ 1 മണി എന്ന് പറഞ്ഞാലും ഇതേ 12 മണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 11 മുതൽ 1 മണി വരെ ഒറ്റ തവണയെ കോയിൻസൈഡ് നടക്കുന്നുള്ളൂ. 12 മണിക്കാണ് ആ കോയിൻസൈഡ് നടക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ആ 12 ഇടയിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തതും. ഇതൊന്നും അറിയില്ലെങ്കിലും വാച്ച് വെറുതെ തിരിച്ചു നോക്കിയാൽ മതി എത്ര തവണ കോയിൻസൈഡ് ചെയ്യിക്കുന്നു എന്നറിയാൻ. ഇനി 1 മുതൽ 2 വരെ ഒരു തവണ കോയിൻസൈഡ് നടക്കും. അപ്പോൾ മൊത്തം 3 തവണയാണ് ഇവിടെ കോയിൻസൈഡ് നടക്കുക, 10 മുതൽ 2 വരെ. അപ്പോൾ 3 ആണ് ആൻസർ. ബട്ട് ജസ്റ്റ് ഞാൻ പറയുകയാണ്, വാച്ചിൻ്റെ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് വാച്ച് നോക്കിയിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വാച്ച് അലൗഡാണ്. അതേപോലെ ഇതും 4:20 2024 ചോദിച്ചാണ്. 4:25 ആകുമ്പോൾ എന്താ ആംഗിൾ, അപ്പോൾ അതിനും നമുക്കൊരു ഫോമുലയൊക്കെ ഉണ്ട്. 60 × ഹവർ - 11 × minute/2 എന്നുള്ളൊരു ഫോമുലയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതും നമ്മൾ ഡീപ്പറായിട്ട് അതിൽ കവർ ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി ജസ്റ്റ് വേറൊരു UPSC വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അപ്പം ജസ്റ്റ് ഞാനിവിടെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് തരികയാണ്. ഇങ്ങനെ ഒരുപാട് മോഡൽ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ട്രിക്സും അതേപോലെ തന്നെ ഐഡിയ. ട്രിക്സ് എന്ന് പറഞ്ഞാൽ ലോജിക്കലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രിക്സും ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങും അതേപോലെ എങ്ങനെ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യണം, എങ്ങനെ പ്രോപ്പറായിട്ട് UPSCയുടെ ലാംഗ്വേജ് മനസ്സിലാക്കണം, എങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു 20 to 30 മാർക്ക് കറൻ്റ്ലി നിങ്ങൾക്ക് എത്ര കിട്ടുന്നോ അതിൽ നിന്ന് ഒരു 20 to 30 മാർക്ക് എക്സ്ട്രാ സുഖമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും CSATൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ അപ്രോച്ചിനെയും സ്ട്രാറ്റജീനെയും ഫൈൻ ട്യൂൺ ചെയ്യുക. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഇപ്പോൾ അതായത് ഹാർഡ് വർക്ക് വേണോ സ്മാർട്ട് വർക്ക് വേണോ എന്ന് ചോദിക്കുമ്പം നമ്മളെപ്പോഴും പറയുന്നതാണ് രണ്ടും വേണം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് വെറും ഹാർഡ് വർക്ക് മാത്രമായിട്ടും കാര്യമില്ല, വെറും സ്മാർട്ട് വർക്ക് മാത്രമായിട്ടും കാര്യമില്ല. നിങ്ങൾ സ്മാർട്ട് വർക്ക് ഹാർഡായിട്ട് ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ CSATൽ വരുന്ന കുറേ സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജീസാണ്. PYQ അനലൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ ടോപ്പിക്സ് പഠിക്കുകയും ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മാർക്ക് കിട്ടുക. ഓക്കെ, ഇനി UPSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർചേഞ്ചിങ് ഓഫ് ദ പൊസിഷൻ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ കാര്യം. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഒരു 2 ഡിജിറ്റ് നമ്പർ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അഗെയിൻ ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം UPSC പറയുകയാണ് ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, ആ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ വേറൊരു നമ്പർ കിട്ടുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ് AB ആണ് ആ 2 ഡിജിറ്റ് നമ്പർ എന്ന് വിചാരിക്കുക. അതായത് AB ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു 2 ഡിജിറ്റ് നമ്പർ, അത് QB ദ നമ്പർ കൺസിസ്റ്റിംഗ് ഓഫ് ദ സെയിം ഡിജിറ്റ് റിട്ടേണിംഗ് റിവേഴ്സ് ഓർഡർ. അതേപോലെ 2024 വന്നിട്ടുണ്ട് X is a 2 ഡിജിറ്റ് നമ്പർ, Y is another 2 ഡിജിറ്റ് നമ്പർ ഫോംഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസും വളരെ കോമൺ ആയിട്ട് UPSC യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് AB ആണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്ന് വിചാരിക്കുക. AB റിവേഴ്സ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പർ BA ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പ്ലേസ് വാല്യൂ ആണ്. AB എന്ന് പറഞ്ഞ ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. A 10th പൊസിഷനിലും B യൂണിറ്റ് പ്ലേസിലുമാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് 10A + B എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇതിനെ 10B + A എന്ന് എഴുതാനും പറ്റും. അപ്പോൾ ഇവിടെ UPSC പറഞ്ഞത് എന്താണ്, X ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഇതാണ് X, ഇത് Y ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം, Xഉം Yഉം ആഡ് ചെയ്യുമ്പം കിട്ടുന്നത് എന്താ, ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. ഏതാ ഗ്രേറ്റസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ? ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ 99 ആണ്. ഓക്കെ, ഇത് 99 ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പം 10A + A 11A എന്നാവും, B + 10B 11B എന്നാവും. ദിസ് ഈസ് ഈക്വൽ ടു 99. അപ്പോൾ നിങ്ങൾക്ക് 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ A + B = 99/11 9 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ, Aയും Bയും എന്തായിരുന്നു, X എന്ന് പറഞ്ഞ നമ്പറിലെ, X എന്ന് പറഞ്ഞ 2 ഡിജിറ്റ് നമ്പറിലെ ഡിജിറ്റ്സ് ആണ് Aയും Bയും. അപ്പോൾ X എന്ന് പറഞ്ഞ നമ്പറിലെ ഡിജിറ്റ്സ് രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9 കിട്ടണം. അപ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ടാവും Xന് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് 8ഉം 1ഉം ഞാൻ കൊടുക്കുക എന്ന് വിചാരിക്കുക. 8 + 1 ചെയ്താൽ 9 കിട്ടുന്നുണ്ട്, ഓക്കെ ആണ്. 7ഉം 2ഉം കൊടുക്കുക എന്ന് വിചാരിക്കുക. 72, A B എന്ന് പറഞ്ഞാൽ 72 ആണ്. 7ഉം 2ഉം കൂട്ടുമ്പോൾ 9 ആണ്. 6ഉം 3ഉം ആണെങ്കിൽ 6 + 3 9 ആണ്. 5ഉം 4ഉം കൂട്ടിയാൽ 5 + 4 9 ആണ്. 4ഉം 5ഉം കൂട്ടിയാൽ 45 വേറൊരു പോസിബിലിറ്റിയാണ്. 54 ഒരു പോസിബിലിറ്റിയാണ്, 45 വേറെ പോസിബിലിറ്റിയാണ്. അപ്പോൾ 4ഉം 5ഉം കൂട്ടിയാൽ 9 ആണ്. അതേപോലെ 36 പോസിബിലിറ്റി വരും, 27 വരും, 18 വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന 8 പോസിബിലിറ്റി. 8ആണ് ആൻസർ വരിക. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UPSCയുടെ കുറേ കാലങ്ങളായിട്ടുള്ള ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ക്വസ്റ്റ്യനിൽ UPSC യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളോട് ഇപ്പം ഞാൻ പറയുകയാണ്, X ഒരു 2 ഡിജിറ്റ് നമ്പറാണ്, ലെറ്റ്സ് AB. Y എന്ന് പറഞ്ഞാൽ X റിവേഴ്സ് ചെയ്യുമ്പോൾ, Xലത്തെ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്. അപ്പോൾ Y B ആണ്. അപ്പോൾ Y ഒരു 2 ഡിജിറ്റ് നമ്പർ ആവണമെന്നുണ്ടോ?
എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഇവിടെ വേണമെങ്കിൽ എനിക്ക് 90 ഒരു 9ഉം 0യും കൂട്ടിക്കഴിഞ്ഞാലും സം 9 വരുന്നുണ്ട്. അപ്പം 90 ഒരു പോസിബിലിറ്റി ആയിട്ട് ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ഡൗട്ട് ഇവിടെ വരും. കാരണം 9ഉം 0യും കൂട്ടിയാൽ 90 ഒരു 2 ഡിജിറ്റ് നമ്പർ ആണല്ലോ, ഓക്കെ അല്ലേ? അപ്പം 9ഉം 0യും കൂട്ടിയാൽ 9 വരുന്നുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താ, 90 റിവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, 09 ആണ്. അപ്പോൾ എക്സ് 90 ആണെങ്കിൽ വൈ 09 ആണ് എന്ന് കിട്ടും. അതായത് വൈ ഒരു 09 എന്ന് പറഞ്ഞാൽ 9 ആണ്, അപ്പോൾ വൈ ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ് എന്ന് കിട്ടും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വൈ ബി അനദർ 2 ഡിജിറ്റ് നമ്പർ ഫോംഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പറും 2 ഡിജിറ്റ് ആണ് എന്ന് UPSC പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറ്റില്ല ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ 8 പോസിബിലിറ്റി വന്നത്. എന്നാൽ ഇവിടെ UPSC ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോ, എക്സ് ഒരു 2 ഡിജിറ്റ് നമ്പറാണ്, വൈ എക്സിലത്തെ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് 90യും ഇവിടെ ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം എക്സ് ആണ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. കണ്ടോ, ഇതൊക്കെ UPSC യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യമാണ് കഴിഞ്ഞ കൊല്ലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിത് കാണുമ്പം 2 ഡിജിറ്റ് നമ്പർ എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആണെന്ന് പറഞ്ഞാൽ വൈ ഒരു 2 ഡിജിറ്റ് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ 2 ഡിജിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലുള്ള ആ ഒരു ഡിഫറൻസും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ UPSCയുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ UPSCയുടെ PYQസിൽ UPSC കൂടുതലായിട്ട് ചോദിക്കുന്ന ഏരിയാസിൽ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ 5 ദിവസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 hour ഓരോ ദിവസം ഉണ്ടാവുള്ളൂ, നൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുൻപ് പോയി കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ചേർത്തിട്ടായിരിക്കും നമ്മുടെ CSAT വർക്ക്ഷോപ്പ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടാതെ പ്രിലിംസ് എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ GSലും അതേപോലെ തന്നെ PYQ അനാലിസിസും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ശരി. അപ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ വെച്ച് കാണാം. ശരി.